ശശി തരൂര് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെ പൊഴുത്തി, പക്ഷെ കോൺഗ്രസ് അതിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ അനിഷേധ്യ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. MMS പറഞ്ഞത് അദ്ദേഹം AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അതുകൊണ്ട് അത് രാജിവെക്കണമെന്നാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എല്ലാ വികസനത്തിന്റെയും കാരണം ഞങ്ങളാണെന്നാണ്. അത് പ്രത്യേകിച്ച് ഞാനാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഒരു വസ്തുത സത്യസന്ധമായി പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ഒരു ലോകസഭാ മെമ്പർ, ഒരു AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവി, ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ് ഒരു പരാമർശം നടത്തിയാൽ അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് തരൂർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് കേരളത്തിന്റെ അഭൂതപൂർവമായ മുന്നേറ്റത്തെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ലേഖനം എഴുതിയത്. അപ്പോൾ വസ്തുതകളെ വെച്ചുകൊണ്ടാണ് ശശി തരൂരിനെ നേരിടേണ്ടത്. ആ ലേഖനത്തിലെ എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളല്ല ഞങ്ങൾ. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി UDFന്റെ ഭാഗത്ത് നിന്ന് ആഞ്ഞടിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് 38ഓളം ശ്രദ്ധിക്കപ്പെടുന്ന അവാർഡുകൾ കേന്ദ്ര ഏജൻസി, വേൾഡ് ബാങ്ക് ഏജൻസി, കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 1ഉം 2ഉം ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് നീതി ആയോഗിന്റെ റേറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പഠനത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ മാതൃകയാണ് കേരളം, ഫസ്റ്റാണ്. അത് നീതി ആയോഗിന്റെ ഫൈൻഡിങ്സ് ആണ്. നീതി ആയോഗിന്റെ റേറ്റിംഗിൽ 100 മാർക്കിൽ 79 സ്കോർ SDG ഇൻഡെക്സ് നീതി ആയോഗ് റേറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളമാണ് നമ്പർ 1. അത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിശോധനയല്ല. മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ടാണ് നീതി ആയോഗ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സംവിധാനം എല്ലാ സംസ്ഥാനത്തെ സംബന്ധിച്ചും പരിശോധിച്ച് ഇന്ത്യ രാജ്യത്തിൽ പ്രധാനപ്പെട്ട മേഖലകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, ആയുർദൈർഘ്യം, ആളോഹരി വരുമാനം, സാക്ഷരത, അതുപോലെ തന്നെ ഡിജിറ്റൈസേഷൻ, ഹങ്കർ ഇൻഡെക്സ്, ശിശുമരണ നിരക്ക്, ഈ കാര്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് അഭിമാനമാണ് കേരളം എന്നുള്ളത് കേന്ദ്ര ഏജൻസി, അതും പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള സംവിധാനം കണ്ടുപിടിച്ചാണ് ഞങ്ങളതെല്ലാം. ഇതൊരു ചെറിയ രൂപത്തിൽ ഈ ലേഖനത്തിൽ ഒന്ന് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായും അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായ സൗഹൃദത്തിൽ ഇന്ന് കേരളം മുമ്പ് 28ാം സ്ഥാനത്താണെങ്കിൽ ഇന്ന് കേരളം 1ാം സ്ഥാനത്താണ് എന്ന് അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വേൾഡ് ബാങ്കിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പിന്റെയും കൊമേഴ്സ് വകുപ്പിന്റെയും കീഴിലുള്ള DPIIT, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വ്യവസായ കൊമേഴ്സ് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം നടത്തിയിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് 236 ദിവസമായിരുന്നു ഒരു ബിസിനസ് അപേക്ഷിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച്
ഒരു വ്യവസായം തുടങ്ങുന്നതിനുള്ള കാലദൈർഘ്യം എന്ന് പറയുന്നത് 236 ദിവസമായിരുന്നു. അത് ഇന്ത്യയിൽ ആവറേജ് 114 ദിവസമാണ്. അപ്പം കേരളത്തിൽ 136 ഇന്നത് 2 മിനിറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്. ആ റിപ്പോർട്ടാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് എടുത്തു പറഞ്ഞത്. മറ്റൊരു ഡോക്യുമെന്റ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട്. അത് വേൾഡ് ഫേമസ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, USA USA സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഡാറ്റ അനലൈസ് ചെയ്യുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഡാറ്റ അനലൈസ് ചെയ്ത് പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഡാറ്റ അനലൈസ് സ്ഥാപനമാണ്. അവര് പറഞ്ഞത് 46% വളർച്ച ഉണ്ടായത് ലോകത്തിൽ മൊത്തം ആവറേജ് വളർച്ച. 2021 ജൂലൈ മുതൽ 2023 ഡിസംബർ വരെയുള്ള ആവറേജ് വളർച്ച 46%. എന്നാൽ കേരളത്തിലേത് 254% വളർച്ചയാണ് ഉണ്ടായത്. അതായത് ശരാശരി വളർച്ച 46% നിന്ന് കേരളം 254% വളർച്ചയിലേക്ക് എത്തിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശശി തരൂർ സൈറ്റ് ചെയ്യുന്നത് ലോകപ്രശസ്തമായ USA പ്രവർത്തിക്കുന്ന USA സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഡാറ്റ അനലൈസ് കമ്പനിയാണ്. അപ്പോൾ ഈ 3 ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലേഖനം എഴുതിയാൽ അത് കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സഹായകമാണ്. അതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി പോകും എന്ന ദുഷ്ടലാക്കിൽ എന്തൊരു വൃത്തികെട്ട സമീപനമാണ് ഇവരിപ്പോ കാട്ടുന്നത്. ഈ റിപ്പോർട്ട് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ UDFന്റെ കൺവീനറും പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ റിപ്പോർട്ട് തെറ്റാണ്. ഇത് CPIM അല്ലെങ്കിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ രേഖയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. എന്നാ അങ്ങനെ പറ. അതിനു പകരം ശാസ്ത്രീയമായ ലോകത്തിലെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി 4 ടേം ലോകസഭാ മെമ്പറായ നിരവധി അവാർഡുകൾ ലഭിച്ച ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി, ഒരു ബുദ്ധിജീവി, എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? സത്യസന്ധമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നാണോ? കേരളത്തിന് നേട്ടമായി പോകും, അതുകൊണ്ട് കേരളത്തിന്റെ നേട്ടം കുറച്ച് പറയണം, ഓരോ ദിവസം കുറച്ച് പറയണമെന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇത് തന്നെയാണ് നമ്മളെ കേരളത്തിലെ 2 സഹമന്ത്രിമാരും പറയുന്നത്. അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം? പിന്നെ എന്റെ കാലഘട്ടത്തിലാണ് വ്യവസായം വല്ലാണ്ട് വികസിച്ചു പോയത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ CITUവിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പുതുശ്ശേരി മേഖലയിൽ ഞാൻ വെല്ലുവിളിക്കും 500ഓളം സ്ഥാപനങ്ങളിൽ 200 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതെന്നാണ്. BPL അടച്ചുപൂട്ടിയതെന്നാണ്. ടാറ്റയുടെ ടെലിഫോൺ അടച്ചുപൂട്ടിയതെന്നാണ്. ഭഗവതി ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയതെന്നാണ്. മദ്രാസ് സ്പിന്നേഴ്സ് അടച്ചുപൂട്ടിയതെന്നാണ്. ഇപ്പൊ പാപ്സിൻ, GTL ടെക്സ്റ്റൈൽ കമ്പനികളെല്ലാം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ലാഭകരമായി ഓടിയ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു മലബാർ സിമന്റ്സ്. അത് നഷ്ടത്തിലായത് ആ കാലഘട്ടത്തിലാണ്. അവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് 75% പവർ കട്ടിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായത്. അവിടെയാണ് ഞങ്ങൾ BSന്റെ കാലഘട്ടത്തിൽ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കി പവർ ഓൺ ഡിമാൻഡ്, ക്വാളിറ്റി പവർ, സ്റ്റാറ്റ്യൂട്ടറി വോൾട്ടേജ് ഉറപ്പ് കൊടുത്തത് BSന്റെ കാലഘട്ടത്തിലും പിന്നീട് വന്ന പിണറായിന്റെ കാലഘട്ടത്തിലുമാണ്. അതിന് തുടക്കം പിണറായി ആയിരുന്നു. ഇവരുടെ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടിയതായി സ്ഥാപനങ്ങളല്ലോ. ചിലത് അടച്ചുപൂട്ടലിന്റെ വക്കത്തായിരുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയല്ലോ എറണാകുളത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. വന്നതെന്താ? 2 സ്വർണ്ണക്കട.
അതിനേക്കാളപ്പുറം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടേതാണ്. ആയിക്കോട്ടെ, കേരളത്തിൽ ഉണ്ടാകുന്ന നേട്ടത്തിന്റെ കാരണക്കാർ ഭരണപക്ഷിയും പ്രതിപക്ഷവും ഒക്കെയാണ്. അതങ്ങ് അംഗീകരിച്ചാൽ എന്താ പ്രശ്നം? അത് അംഗീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നുണ്ടോ? ഈ കേരളത്തിന്റെ നേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് LDF-നായിരിക്കും. വീണ്ടും LDF ഗവൺമെന്റിന്റെ ഒരു തുടർച്ച ഉണ്ടാകും. ഈ ഭയത്തിൽ നിന്നാണ് ഈ വർത്തമാനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കേരളീയ സമൂഹം ബഹുമാനപ്പെട്ട ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംവാദം ചർച്ചയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞ എല്ലാ കാര്യത്തോടും യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ചിലത് വിയോജിപ്പുണ്ട്. സ്വാഭാവികമാണ്, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ചില കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാതൃകാപരമാണ്. കേരളത്തിന്റെ വളർച്ചയ്ക്ക് അതേറെ സഹായിക്കും. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നും അത് കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം പറയുന്നു. ആര് പറയുന്നത്? ശശി തരൂർ. ആയിക്കോട്ടെ, എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. ഇനി ഞങ്ങൾ മറുപടി പറഞ്ഞല്ലോ. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും മറുപടി പറഞ്ഞതാണ്. ഇതിപ്പോ ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കേരളത്തിന്റെ ഈ സാമ്പത്തിക തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം തരേണ്ടത് തന്നില്ല എന്നുള്ളതാണ് പച്ച മലയാളം. ഞങ്ങൾക്ക് കിട്ടേണ്ട 56,000 കോടി രൂപയുണ്ട്, പല രൂപത്തിലും കിട്ടേണ്ടത്. അതല്ല ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കിട്ടാത്തത് കൊണ്ടാണ്. തരൂര് വീണ്ടും ഇപ്പോഴും അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നു. താൻ എഴുതിയ ലേഖനത്തിൽ ഒരു തെറ്റും കാണുന്നില്ല. വിമർശിക്കുന്നവർ വിമർശിച്ചു കൊള്ളട്ടെ. CPM-നെ കുറിച്ചല്ല, കേരളത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിൽ രാഷ്ട്രീയമില്ല, സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യമാണ് താൻ പറഞ്ഞത് എന്ന നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുക. അതെന്ത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരള ഗവൺമെന്റിന്റെ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലാണ്. പക്ഷെ അതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ അദ്ദേഹത്തെ അതിനോട് യോജിപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതിന് എന്താണ് ഞങ്ങൾക്ക് തകരാറ്? പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ഞങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ അഭിപ്രായം അവരും പറയട്ടെ. അദ്ദേഹം സൂചിപ്പിച്ച ഈ 3 രേഖകളെ സംബന്ധിച്ച് തെറ്റാണ് എങ്കിൽ നിങ്ങളെ ഞാൻ വർത്തമാനം പറയാം. ആണ് എങ്കിൽ ആ 3 രേഖകളും വെച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുക. അതല്ലേ ചെയ്യേണ്ടത്? ഞാൻ ഈ 3 രേഖകൾ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത AK സെന്ററിൽ ഉണ്ടാക്കി കൊടുത്ത രേഖയല്ലല്ലോ. ഇത് വേൾഡ് ബാങ്കിന്റെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, ആധികാരികമായിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ്. അത് ആ രൂപത്തിൽ അവർ കൗണ്ടർ ചെയ്യട്ടെ. എന്താ പറയാനുള്ളത്? ലേഖനത്തിലെ ചില വസ്തുതകൾ മാത്രം നമുക്ക് സ്വീകാര്യമാവുകയും മറ്റേത് സ്വീകാര്യമല്ലാതാവുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ? അല്ല, ഒരു ഇരട്ടത്തപ്പൂല്ല. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിന്റെ അകത്തും എല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണെന്ന് എന്തിനാ പറയുന്നത്? ഇപ്പൊ AK ബാലനൊരു കാര്യം പറയുന്നു, എല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ശരിയാണെന്നും പറയേണ്ടയില്ല. ഒന്നിന്റെ അകത്ത് തന്നെ ശരിയും ഉണ്ടാവും, തെറ്റും ഉണ്ടാവും. വിയോജിക്കാത്തത് ചൂണ്ടിക്കാണിക്കാം. അതല്ല അതിന്റെ മര്യാദ. തയ്യൽ കട ഈ കേരളത്തിലെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷനെ സംബന്ധിച്ച് MSME സംബന്ധിച്ച് വിവരമുള്ള ഒരാളും അത് പറയില്ല. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ 2-3 വർഷത്തെ പുരോഗതി എന്ന് പറയുന്നത് നമ്മളെല്ലാം കാണുന്നതാണ്. അതിൻ്റെ അകത്ത് വെട്ടിക്കടയുണ്ടാവും, മൈക്രോ സംരംഭങ്ങൾ ഉണ്ടാവില്ലേ? വെട്ടിക്കടക്ക് എന്താ ബുദ്ധിമുട്ട്? ഒരു 10 ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വെട്ടിക്കട, അതാണെന്ന് വിചാരിക്കുക. ഇന്നത്തെ അതിനെന്തിനാ പരിഹസിക്കുന്നത്? ഇവര് വലിയ വലിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഏതാ കൊണ്ടുവന്നേ? ഒന്ന് പറഞ്ഞേ. എല്ലാം അടച്ചു പൂട്ടിക്കുമല്ലേ ഇത്? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലേ തുറപ്പിക്കൽ തുടങ്ങിയത്? കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് അടച്ചു പൂട്ടിയല്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ മില്ല് പുനലൂര്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് ഗവൺമെന്റ് ഏറ്റെടുത്തല്ലോ, കേരള ഗവൺമെന്റ് ഏറ്റെടുത്തല്ലോ. ഒരക്ഷരം ഒരു അഭിനന്ദനത്തിൻ്റെതായിട്ടുള്ള ഒരു വാക്ക് BJPയുടെ ഭാഗത്തോ UDFന്റെ ഭാഗത്തോ ഉണ്ടായോ? കേന്ദ്രം അടച്ചു പൂട്ടുന്ന സമയത്ത് ഞങ്ങൾ തുറപ്പിച്ചില്ലേ? ശശി തരൂർ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് മുതൽ കോൺഗ്രസ് നേതൃത്വത്തിന് ദേശീയ നേതൃത്വത്തിന് തന്നെ അദ്ദേഹത്തോട് ഒരു താല്പര്യമില്ല. അവിടെ പ്രാധാന്യമില്ല. അതിൽ മാന്യത കാട്ടേണ്ടത് ഇങ്ങനെ ഈ ഭാഷയിലല്ല. അവര് ചെയ്യേണ്ടത് ഞങ്ങള് ശശി തരൂരുമായി കൺഫറന്റേഷൻ തയ്യാറാണ്, ആശയ സംവാദത്തിന് തയ്യാറാണ്. നിങ്ങളുടെ കയ്യിലുള്ള രേഖ ഹാജരാക്കി, ഞങ്ങളുടെ കയ്യിലുള്ള രേഖ ഞങ്ങളും ഹാജരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംവാദത്തിന് നിങ്ങളുടെ മുമ്പാകെ വരണം. വൈകുന്നേരത്തര ചർച്ചയാണെന്ന് നാട്ടിൽ നടക്കുന്നത്. നേരം വെളുത്ത് വളരുന്നത് വരെ ചർച്ചയല്ലേ? അതിൻ്റെ അകത്ത് അയാളെയും കൂടിയും വിളിക്കുക. ശരി, വേറെ ഒന്നുമില്ല. സെക്രട്ടേറിയറ്റ് മെഡിക്കലി ആശാ വർക്കർമാരെ കഴിഞ്ഞ ഒരു 6-7 ദിവസമായിട്ട് സമരമാണ്. അവരുടെ ശമ്പള കുടിശ്ശിക
സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. അതില് സമരം നടത്തുന്ന ഒരാളെയും നിരുത്സാഹപ്പെടുത്തുന്ന പരിഹസിക്കുന്ന സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഗവൺമെന്റിനോ ഇല്ല. ഭരണവും സമരവും എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യമല്ല. ഏത് ജനവിഭാഗങ്ങൾ നടത്തുന്ന സമരവും ഒത്തുതീർപ്പാക്കുന്നതിന് രമ്യമായി പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് LDF സ്വീകരിക്കുക, പ്രത്യേകിച്ച് CPI സ്വീകരിക്കുക. ആ രൂപത്തിൽ പരമാവധി ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതെ, അത് കറക്റ്റാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വളരെ 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 പോസിറ്റീവായിട്ടുള്ള സമീപനം അക്കാര്യത്തിൽ ഉണ്ടാവും. പരിമിതി എന്താണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനും നിർബന്ധിക്കപ്പെടും. ഗവൺമെന്റിന്റെ ഒരു പരിമിതിയുണ്ട് സാമ്പത്തികമായി, അല്ലാതെ കയ്യിൽ കാശുണ്ടായിട്ട് കൊടുക്കാത്തതല്ലോ. ഞങ്ങൾക്കൊക്കെ ഈ 1600 വർദ്ധിപ്പിക്കണമെന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പഴയ നിലപാട് വെച്ചാണെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ നിങ്ങൾ കാണുന്നില്ലെന്ന് 2200 കോടി രൂപേന്റെ ഒരു പാക്കേജ് കൊടുത്തിട്ട് 10 പൈസ തന്നില്ലല്ലോ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ അവസാനം 300 ദിവസം ആകാൻ പോവാണ്. അപ്പോഴാണ് 229 കോടി രൂപ വായ്പയായിട്ട് തന്നിട്ട് 45 ദിവസം കൊണ്ട് തീർക്കണമെന്ന് പറയുന്നത്. തീർക്കാൻ പറ്റുമോ? ഇത് കലാനിലയത്തിന്റെ നാടകം കണ്ടിരുന്നു നിങ്ങൾ, സ്റ്റേജ് മാറുന്നത്. അതുപോലെ 45 ദിവസം കൊണ്ട് ഇതെന്താക്കാനാ? കടലാസ് കൊണ്ടാണോ പാല ഉണ്ടാക്കേണ്ടത്? 45 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണോ ഇത്? എന്നാൽ അതിനൊക്കെ എതിരായി ശക്തമായിട്ട് പ്രതികരിക്കുകയല്ലേ ചെയ്യേണ്ടത്. 10 പൈസ തന്നിട്ടില്ല. ഇപ്പോഴും കടായിട്ടാണ് തരുന്നത്. അതും പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സമയവും നിശ്ചയിക്കുക. 45 ദിവസം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഒരു മെഴുകുതിരി ഫാക്ടറി തുടങ്ങാൻ പറ്റുമോ? ഒരു ചെറിയ പാലം കെട്ടാൻ പറ്റുമോ? ഒരു കിണർ കുഴിക്കാൻ പറ്റുമോ 45 ദിവസം കൊണ്ട്? ഓക്കെ.